ആവശ്യമില്ലാത്ത വാളൊക്കെ വാങ്ങിച്ചു. ഇത് ടിപ്പു സുൽത്താൻ്റെതാണ്. ടിപ്പു സുൽത്താന്റെ ഉച്ചി സ്വാമി. വരില്ലേ എനിക്ക് അറിഞ്ഞൂടാ. വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. വീട്ടമ്മ ഇതാണ്. വീട്ടമ്മ. ഇത് മയിലെണ്ണ. ഇതെന്ത്? ഓ അതാണ് ഇന്ന റെപ്രസെന്റ്. ഞാൻ ആ തൊഴിലൊക്കെ വിട്ട് ഞാൻ ഇപ്പൊ കുടുംബജീവിതമായിട്ട് അങ്ങനെ ജീവിക്കാണ്. എനിക്കൊരു പുടി എല്ലാരും വാങ്ങ. അപ്പൊ നമ്മുടെ ഹൗസ് വാമിംഗ് വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണിത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം കേട്ടോ. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ എപ്പിസോഡിൽ. ഫുൾ ഫൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ എന്തായാലും അതിലേക്ക് നമുക്ക് കിടക്കാം. അതെ സുഹൃത്തുക്കളെ, നിന്റെ ഇവിടെ എന്താണ് ഇല്ലാത്തത്? ഒരു ആവശ്യമില്ലാത്ത വാളൊക്കെ വാങ്ങിച്ചു. ഇത് ടിപ്പു സുൽത്താൻ്റെതാണ്. ടിപ്പു സുൽത്താന്റെ ഉച്ചി. ടിപ്പു സുൽത്താന്റെ മുദ്ര ഉണ്ട്. ടിപ്പു സുൽത്താന്റെ മുദ്ര നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഉണ്ട്. നീ നോക്കിട്ട് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ടിപ്പു എടാ ഇത് ചാത്ത സാധനമാണ് സുഹൃത്തുക്കളെ, കണ്ടാലേ അറിയാം. അല്ല അങ്ങനെ പറയുന്നത്. ടിപ്പു സുൽത്താന്റെ വാള് ഇങ്ങനെയായിരുന്നു. ഈ വാള് നിൽക്കുന്നത് ഇങ്ങനെയാണ്. നീ വെക്കുന്ന വാള് ഇങ്ങനെയാണ്. അല്ല ഇതല്ല. അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന കാർത്തിക്കും ഷൺമിക്കും സ്നേഹക്കും നിയാസിനും എല്ലാവർക്കും ഇനി വരാൻ പോകുന്നവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ പിന്നെ ആഡ് ചെയ്തില്ല. റോഷൻ ഒരു വീഡിയോ എന്ന് പറഞ്ഞ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ DP ഒന്ന് കാണിച്ചു കൊടുത്തേ. പിരിവുണ്ട്. നോക്ക്, നറുക്കെടുപ്പുണ്ട്. ഇവിടെ നറുക്കെട്ടെടുക്കും 10 ലക്ഷം ഉറുപ്പ്യ കിട്ടുട്ടോ. എന്താടാ നീ? ഇത് ഗ്രൂപ്പ്. രാവിലെ കഞ്ഞി തരുവോ? അതെ. എന്നാ നമുക്ക് ഒരു പണി ചെയ്യായിരുന്നു. മറിയത്തിന് എക്സസൈസിന് വേണ്ടിട്ട് അരകല്ല് വേണോ? അതല്ല, ഓള് ഞങ്ങള് ജിമ്മുണ്ട് താഴത്ത്, അവിടെ പോയിട്ട്. അതെ സത്യം. അതന്നെ. ഈ വീട്ടമ്മ നോക്ക്, ഞങ്ങളെ വീട്ടിൽ ഇപ്പൊ ഇന്ന് എടാ ഇന്നത്തെ വീട്ടമ്മ ഇതാണ്. വീട്ടമ്മ. ഞാൻ ആൾക്കാരെ പറഞ്ഞു കേരളത്തിലെ ഫേമസ് ഷെഫാ. ഗസ്റ്റ് ഒക്കെ വന്നപ്പോ തിരക്കിലായി പോയി. ഇപ്പൊ മീനിടുന്ന സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. മീനെ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ പരിപാടി പാളിപ്പോയനെ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി ഇത് മൂടി വെക്കണം. കറക്കണം. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ലാന്നുണ്ടെന്ന് വിളിച്ചു പറയണ്ട. ഇത് നമുക്ക് നടക്കൂല. ചേട്ടന് മനഃപൂർവ്വം നിന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്താ സംഭവം അറിയാം? മൂപ്പര് ഇതേമാതിരി വെച്ചിട്ട് വളരെ പരിചയമുണ്ട്, ഞമ്മക്കിത് വെച്ച് പരിചയമില്ല. അതാ പ്രശ്നം. നിർത്തട്ടെ എന്ന് ഒന്നും അറിയാത്ത അവനോട് വെച്ചിട്ട് എന്താ വരും? ലാസ്റ്റ് അവസാനത്തെ ചടങ്ങ് ആവശ്യത്തിന് ഇപ്പൊ നമ്മളെല്ലാരും ഇളക്കുണ്ടല്ലോ. ആവശ്യത്തിലധികം നമ്മൾ ഇളക്കുന്നുണ്ട്. ഫാൻസി രുചി ഒരല്പം കൂടുതലായിരിക്കും. മൂപ്പർ ഉണ്ടാക്കുന്നതിനെക്കാട്ട് 2% കൂടുതലായിരിക്കും. ഇപ്പൊ വേണ്ട. പഞ്ചവർണ്ണത്തിന്റെ അര. അപ്പോ നമ്മുടെ ഷൺമി തന്നതല്ലേ നിങ്ങളന്ന്? കാരണം ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതിനെ കൊണ്ട് ഞങ്ങക്ക് ഏതൊക്കെയാന്ന് കൺഫ്യൂഷൻ ആയി പോയി. അതെ, ഇപ്പൊ കണ്ടില്ലേ, ബാക്കിൽ കണ്ടില്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന TV ഡ്യൂഡ് വന്നതാണ്. സെക്കൻഡില് 2 വട്ടം പറയാനാണ് ഓൻ പറഞ്ഞത്. 2 പ്രാവശ്യം. ഇത് ഞാൻ എന്താണ് ആക്ച്വലി ഞാൻ നോക്കി ഒരു കടയിൽ പോയിട്ട് അവിടെ ഞാൻ ഓൾറെഡി കണ്ടുവച്ചത്. രണ്ടാളത് കൂടിയോ ഒന്നാളതോ? ഞങ്ങൾ 2 മൂന്നാളത്തോടെ. ഷൺമി അല്ല നിയാസ് കുമ്മൻ അടിക്കണ്ട. അന്റെ ഒരു സാധനം ഇതേതാണ് ഈ പെട്ടി?
ഓക്കെ പക്ഷെ ഞാൻ പറയട്ടെ, ഇത് ഇല്ലാത്തടത്തുനിന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാനത് കണ്ടുവച്ചായിരുന്നു എന്റെ ഹൗസ് വാമിങ്ങിന്. നമ്മുടെ ഗ്രൂപ്പിൽ മറ്റേ ഈ സാധനമൊക്കെ വെച്ചോണ്ട് ഞാൻ ഓൾറെഡി കണ്ടുവച്ച ഒരു സാധനം ഇല്ലാത്തടത്തുനിന്ന് ഗോഡൌണിൽ പോയിട്ട് ഇടിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ നിന്നെ റെപ്രസെന്റ് ചെയ്ത് നിനക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നീ സാധനം. ഇത്രയും പൊലിമ പറയുമ്പോ എനിക്ക് ഇതിൽ എന്തോ ഒരു നിഗൂഢത മണക്കുന്നുണ്ട് എനിക്ക്. നിനക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാധനം, ഇതെന്തോ ഉണ്ടെന്ന് നിന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ഓക്കെ, ഇനി കൂടുതൽ ഈ പറയണ്ട, ഞാൻ അതിനെ പറ്റി ആലോചിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എക്സ്പ്രഷൻ ഇതൊരു മാച്ചില്ലല്ലോ. തിരിച്ചിട്ടാ സോറി കോഴിക്കുട്ടിയാ. ഇതെന്താണ് പുറത്തൊക്കെ കോഴി? എനിക്ക് മനസ്സിലായി. എന്താണ് മറിയ ഗസി? ഇത് കോഴിമുട്ട വെക്കുന്ന സാധനം. അതാണല്ലേ. ഓ, അതാണ് ഇന്ന റെപ്രസെന്റ്. ഞാൻ ആ തൊഴിലൊക്കെ വിട്ട് ഞാൻ ഇപ്പൊ കുടുംബജീവിതമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. എന്നാലും നോക്കാം നമുക്ക്. ഇനിയിപ്പോ ബിരിയാണി കിട്ടിയാലോ? പക്ഷെ അത് നല്ല ക്യൂട്ടാണ്. നല്ല ക്യൂട്ട്. ഒരു ദിവസം ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വാങ്ങണം എന്ന് പറഞ്ഞു. ഇത് പെടക്കോഴിയാണല്ലോടി. ഞാൻ പോവാനാ അല്ലേ? തെറ്റി വർഗം തെറ്റി. ഇത് മുട്ട ഇടൂലല്ലേ? ഇത് പൂവങ്കോഴി അല്ലടോ, പെടക്കോഴിയാണ്. ചെറിയ ഇതുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആ മറ്റേ വെപ്പാറിന് വെക്കാം. ഉണ്ണിച്ചേട്ടാ, ഇത് പൂവങ്കോഴിയാണോ പെടക്കോഴിയാണോ? ഇതെങ്ങനെ തൊപ്പിയാണോ? ഓ, ഇത് എനിക്ക് ഇഷ്ടായിട്ടോ. ഇത് നല്ല ക്യൂട്ടാണ്. കാരണം ഇത് ഇങ്ങനെയല്ല വെക്കുന്നത്. ഇങ്ങനെ പക്ഷെ ഞാൻ ഫീൽഡിൽ നിന്ന് ഇപ്പൊ മാറിക്ക ഔട്ടായി. നീ കാണിക്കാൻ പറയും ഇത് കിട്ടൂല. അതാണ് അതെ. ഇത് ഇനിയിപ്പോ എവിടെ വെക്കത് ശരിക്കും? ഓ, കിച്ചണിൽ കോഴിമുട്ട വെക്കാനുള്ള സാധനം. ഇഷ്ടായിട്ട്, നല്ല ഇഷ്ടായി. ക്രിയേറ്റിവിറ്റി ഉണർത്തിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. അതെ, ഇഷ്ടായി. നല്ല പന്നി. ഓക്കെ, മുട്ട ഇടാൻ സാധനമായി. ഞാൻ അടുത്ത ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ ആൾക്കാര് കാറ്റുന്ന് പുറത്തു പോയിട്ട് നമ്മളെ ആൾക്കാർ വരാണ്ട്. അപ്പോത്തിന് നമുക്ക് ഈ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പൊളിച്ചാൽ മതി. ഞാൻ പൊളിച്ച് നോക്കിയതാ. ഐറ്റംസാ ഇവിടെ പൊളിച്ചാൽ മതി. ഇവിടെ വിളിച്ചാൽ മതി. ഓക്കെ, നിയാസ് പ്രൊമോഷനൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും എടുക്കണതിനെ കൊണ്ട് വല്ല പർപ്പിളോ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് മയിലെണ്ണ. ഇതെന്തായിരുന്നു? അത് വെളിച്ചെണ്ണ ചന്ദനത്തിരിയാ. ഇത് വെളിച്ചെണ്ണ ചന്ദനത്തിരി. ഇത് ഐശുവിന്റെ വീട്ടിലുള്ള മറ്റേ തൊലിയാണല്ലോ. അതാ അങ്ങനെ വരൂ ഒന്ന് ക്ലോസ് വരൂ. അപ്പൊ ഇതാ ഒരു ബേൽപൂരി. ഓക്കെ, അതെ. ഇതെന്താ ഇപ്പൊ ചെയ്യാ? മണക്കണ സാധനമാണോ? റൂം ഫ്രഷ്നർ. അപ്പൊ ഓക്കെ, അത് നല്ലൊരു സാധനം. അതെ, ക്യാൻറ്റീനോ? എനിക്കൊരു പുടി എല്ലാരും വാങ്ങ. ഇത് എവിടെ വെക്കും? ഇത് നമ്മളിവിടെ ഹാളിലൊക്കെ നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയത് ഈ ഓയിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് വെക്കണം. അപ്പൊ ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടുകയാണ് ചെയ്യാം. പൊട്ടൂല, സ്മെല്ല് വരും. അത് നല്ലതാ. ഇത് ഇതില് എസെൻഷ്യൽ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിലേക്ക് വെക്കും. ഇതൊരു ബൗളില് ബെഡ്റൂമിൽ വെച്ചാൽ മതി. ഇതാണ് അതിന്റെ സ്മെല്ല്. ഇതിങ്ങനെ തിരിച്ച ബൗളാവൂലേ? കിട്ടിയ സാധനത്തിന് സ്മെല്ല്. ലെമണേഡ്. ആ, ഇത് നിങ്ങള് വന്ന വെൽക്കം ഗിഫ്റ്റുകളല്ലേ ഇതൊക്കെ? ഇനിയുണ്ടല്ലോ അല്ലേ ഗിഫ്റ്റ്? നിങ്ങൾ വേണേ പുറത്ത് പോയിക്കോളൂ, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി സർപ്രൈസ് ചെയ്തോളൂ. വാഷിംഗ് മെഷീൻ ഉണ്ട്, മറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടത്? മോൾ എന്താ വേണ്ടത്? അതെ, ഓവൻ എന്നാ പറയാ? ബെറ്റടിക്ക ഇല്ല. അതെ, മുണുങ്ങ നമുക്ക്. ഓക്കെ, അപ്പൊ കിട്ടി. ഇനി അടുത്ത എന്റെ മെയിൻ ഗിഫ്റ്റ് എവിടെ?
എടോ ഡ്യൂഡ് തന്നേക്കണ സാധനം നോക്ക അവിടെ കിടന്ന് തക്കണത് കണ്ട. ഓക്കെ മോളെ ഇതൊക്കെ അടുക്കള കൊണ്ടുവയ്ക്ക്. അല്ല സോറി റൂമിൽ കൊണ്ടുവയ്ക്ക്. മുട്ട അടുക്കള കൊണ്ടേക്കാം. വെൽക്കം ടു അവർ ഫ്ലാറ്റ്. രണ്ടാമത്തെ പ്രാവശ്യം അതെ വലതുകാലം വെച്ചത്. അതാ ഞാൻ പറഞ്ഞത് എല്ലാരെ കൊണ്ട് ബാക്ക് അടുപ്പിച്ച് വലതുകാലം വെപ്പിച്ച് കയറ്റിയത് അങ്ങോട്ട്. അപ്പൊ ഇതുവരെ ഇത്രയും നേരമായിട്ട് 1 മണിക്കൂർ ഇവിടെ നിന്നിട്ടും ഞമ്മക്ക് ഗിഫ്റ്റ് ഇവര് തന്നിട്ടില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ ശരണ്യൊന്നും തരാത്തെന്ന്. അപ്പൊ ശരണ്യും അനന്തും കൂടി ഞമ്മക്ക് എന്തോ മഞ്ഞ ബോക്സിലുണ്ട്. ഇത് പക്ഷെ നമ്മളെ ചടങ്ങ് എങ്ങനെ ഇതാ. അതെ ഞങ്ങളിത് ഇപ്പൊ തന്നെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ കോഴിമുട്ടന്റെ സാധനം കണ്ടില്ലേ, അതിവിടെ കിട്ടിയതാണ്. TV കിട്ടി. ഇങ്ങനാണെങ്കിൽ മാസത്തില് 1 മാസത്തേക്ക് ഇത് എടുത്താൽ മതി. ഇതെന്ന് മറിയ പറഞ്ഞിട്ടുള്ളൂ വാങ്ങണം. ഈ മനസ്സ് കണ്ടിരുന്ന മനസ്സ് വായിച്ചത് അല്ല എന്തോ. ഇത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഇവള് പറഞ്ഞിട്ട് ഇതിന്റെ ചെവിയിലല്ലേ പറഞ്ഞത്, വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ണിച്ചേട്ടനില്ലേ ഉരുളി കമഴ്ത്താൻ വേണ്ടി കൊണ്ടുവന്നത് ഇപ്പോഴേ കൊണ്ടുവന്നിട്ട് ഞങ്ങളിപ്പോ ഉരുളി കമഴ്ത്തണില്ല. അത് നേരത്തെ അടിച്ചതാ. ഒറ്റ വീഡിയോയിൽ 2 പ്രാവശ്യം അടിച്ച് വെച്ച സീനൊന്നുമില്ല. ബോക്സ് ചെയ്യട്ടെ. ഡ്യൂഡേ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? മെതുവാ ചെയ്യണല്ലേ. ശക്തിയാ തേച്ചൊരിച്ച്. ശരണ്യ ഒന്ന് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും സൗന്ദര്യം ഉണ്ടാവും എന്തായാലും അതിന്. ആലോചിച്ചു ശരണ്യൻ, ഞാൻ ഒരു കാര്യം പറട്ടെ. ഇപ്പോഴെങ്കിലും നീ ചളിയും തമാശയും മനസ്സിലാക്കാൻ പഠിക്കുക. ഇത് ശുദ്ധ തമാശയാണ്. അതെ എയർ ഫ്രയറിന്റെ മൂടാണല്ലോ കാണുന്നത്. അതെ ഞാനിത് പ്രതീക്ഷിക്കുന്നു. അതെ മറന്ന് അപ്പൊ ഞാൻ എണ്ണടാതെ ചിക്കൻ തിന്ന അല്ലേ. സത്യം പറഞ്ഞ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് വേണ്ടില്ലായിരുന്നു, സെമി മതിയായിരുന്നു. കാരണം ഇവരെല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അല്ലേ കാര്യം നടക്കുമായിരുന്നു. മോളെ തുറന്നു നോക്കിയ. പക്ഷെ അർത്ഥവത്തായ 2 ഗിഫ്റ്റുകള്, 2ഉം 3ഉം എല്ലാ ഗിഫ്റ്റും അർത്ഥവത്തായ ഗിഫ്റ്റുകളാ. ഇത് ഈ എന്നാ പറഞ്ഞ മിനിയാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ അതന്നെയല്ലേ മിനിയാന്ന് പറഞ്ഞ 2 ദിവസം മുന്നല്ലേ. ഇതെങ്ങനെ അങ്ങനെ നിൽക്കുമല്ലോ വലിക്ക് പിള്ളച്ച. ഇത് ഒട്ടിച്ചതിനെ കൊണ്ടാണ്. അല്ല ഇതിനിപ്പോ എല്ലാം പൊളിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതാ നമ്മുടെ ശരണ്യ കൊണ്ടുവന്ന്. സത്യം പറഞ്ഞത് ലാഭമായല്ലോ. ഗിഫ്റ്റുകൾ ഒരുപാട് കിട്ടി നമ്മൾ വിചാരിക്കാതെ തന്നെ. പൊട്ടിക്ക് എനിക്കൊരു പൊടി അല്ലേ. ഓക്കെ ഓക്കെ അപ്പൊ ഉണ്ണിച്ചേട്ടാ ബിൽഡപ്പ് കൊടുത്തമാതിരി സാധനം ആയില്ലേ. ഉണ്ണിച്ചേട്ടാ ഒരു കണ്ണം കൊടുക്കുക. അതെ ഒരു കണ്ണം പകുതിയാക്കി 2 കണ്ണാക്കി കൊടുക്കുക. അതെ ഈ ഒരു പീസ് കഴിച്ചു. അനന്തുവിനോടൊക്കെ ഞാൻ വലിയ തള്ളിയതാട്ടോ ഉണ്ണിച്ചേട്ടാ. നിങ്ങള് പറയിപ്പിക്കോ? അല്ല വയറ് പീസ് എനിക്ക് വേണേ. അല്ല എനിക്ക് മീൻ ഇഷ്ടല്ല. പക്ഷെ ഈ മീൻ രസാടി. എങ്ങനെയുണ്ട്? കണ്ട ഇഷ്ടമില്ലാത്ത ഓൾക്ക് ഇഷ്ടമായി. ഇനിയിപ്പൊ എനിക്ക് ഇഷ്ടാവോന്ന് നോക്കട്ടെ. എടാ ഇഷ്ടായില്ലെങ്കിൽ ഇഷ്ടായി എന്ന് പറയണേ അല്ലേ. ഇനി ഡ്യൂഡേ എങ്ങനെയുണ്ട്? എടത് സത്യത്തിലാണോ കള്ളത്തരാണോ? സെറ്റ് സാധനം. അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടനെ പോലെ തന്നെ അത്. എങ്ങനെയുണ്ട്? ബ്രെഡ് മാത്രാ ഉണ്ണിച്ചേട്ടാ?
എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കോഴിക്കോടത്തെ ആള് പറഞ്ഞെങ്കിൽ ഉണ്ണിച്ചേട്ടാ, അതാ ഞാൻ പറഞ്ഞത്. ഞമ്മളൊക്കെ പറഞ്ഞത് വല്ല പഠിച്ചോനെ വേറെ ലെവല്. ഉണ്ണിച്ചേട്ടാ നിങ്ങള് വെറുതെ അല്ലട്ടോ മീൻ നിങ്ങളെ കണ്ടാല് കണ്ടം വഴി ഓടുന്നത്. അതെ ആക്ടിങ്. വാ എല്ലാരും ഞങ്ങൾ 2 വരവ് വരുത്തിച്ചിട്ടുണ്ട് ഇവിടെ. ഹാപ്പി ഹൗസ് വാമിംഗ്. താങ്ക് യു. സന്തോഷമായി ഇവിടെ ജീവിക്കും. ഈ മിക്സി ഒരുപാട് ഷേക്ക് അടിച്ച് കുടിക്കും. ഷേക്ക് അടിക്കാം, തേങ്ങ തരണ്ടാം. അല്ല തേങ്ങ അടിക്കാം. തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അടിക്കും. അപ്പൊ ഇതാ ഇനി നമ്മള് അതൊക്കെ അൺബോക്സ് ചെയ്യണം. നമ്മളെ ചെറിയ കത്തിയെടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യണ ചെറിയ കത്തിയുണ്ട്. ഇത് സ്പെഷ്യലി അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം നല്ല മൂർച്ചയുള്ള കത്തിയാട്ടാ. അൺബോക്സ് എന്റെ മക്കളെ. ഇതില് ജ്യൂസ് അടിക്കാം, നമുക്ക് ചമ്മന്തി അടിക്കാം. ഉണ്ണിച്ചേട്ടാ ഇനി വരുമ്പോ നിങ്ങള് തേങ്ങ ചൊരണ്ടിയെ കൊണ്ടുവന്നാ മതി. തേങ്ങാ പാല് ഇതിന്ന് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അതെ അല്ലല്ല അതിന് പൈസ കൂടുതലല്ലടാ. എടാ ഫ്ലാറ്റിന്റെ പൈസ റെന്റ് കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. എന്തോരം പണിയാന്നറിയ എന്റെ കാത്തിയ. കല്യാണം കഴിച്ച് ഞാന് ഇനി കഴിക്കുമ്പോ എനിക്കും അറിയുമല്ലോ. മനസ്സിലായടാ. ഹാപ്പി ഹൗസ് വാമിംഗ്. അതെ താങ്ക് യു. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഹൗസ് വാമിംഗ് ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് എന്റെ നെഞ്ചടിക്കുന്നത്. ആന്തല്. കാർത്തിയ നിനക്ക് വല്ല അയൺ ബോക്സോ വല്ല അയൺ ബോക്സ് ശരണ്യ ഇപ്പോഴൊന്നും ഈ ഹൗസ് വാമിംഗ് ഇല്ലല്ലോ. ആഹോ ഭാഗ്യം. അപ്പൊ ഇതൊന്ന് പൊളിക്കാം. കത്തി കൊണ്ടുവച്ചല്ലോ. അതൊന്നും വേണ്ട, കടിച്ചു കീറും. ആഗ്രഹിച്ച സാധനങ്ങളാണ് ഇവിടെ 3 വന്നത്. ഒന്ന് വന്നു TV. അതായത് ഇവിടെ ഒരു TV ഉണ്ടായിരുന്നു, അത് ആൻഡ്രോയിഡ് അല്ലായിരുന്നു. അപ്പൊ അത് കണ്ടറിഞ്ഞ് നമ്മള് ഡ്യൂഡ് അൺബോക്സ് ചെയ്ത് ഒരു 4K TV. അതെ. അത് കഴിഞ്ഞപ്പോ ശരണ്യ വന്നു. അടുക്കളയില് ഭാര്യനോ പറഞ്ഞിരുന്നു ഡേറ്റ് ഒക്കെ നോക്കണം, വയറ് കൂടുന്നുണ്ട്, അപ്പൊ എണ്ണ ഒഴിവാക്കണമെന്ന്. അപ്പൊ എയർ ഫ്രൈയറും കിട്ടി. ഉണ്ണിച്ചേട്ടന് വന്നപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ അരക്കണോന്നൊക്കെ വിചാരിച്ച് നിക്കായിരുന്നു. അപ്പൊ നീ കൊണ്ടുവന്നു എന്ത്? മിക്സി. ഇതാ അതിന് തന്നെ ജ്യൂസ് വരുന്നു. ഇതെങ്ങനെയാടാ ഇത് പൊട്ടിക്കണേ? അപ്പൊ ശരിയാണല്ലോ. ഇതിന്ന് വരില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് വന്നു. ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്ന സാധനം ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് പറ്റത്തില്ല. എടാ സാധനം ഈ തന്നാണെന്നുണ്ട്, ഇത് പൊട്ടിക്കല്ലേ ഈ. ഇതിപ്പോ നമ്മളെ സാധനമാണ്. അവിടെ ഒരു സാധനം ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സാധനം ഇവിടെ. അത് ശരിയാണല്ലോ. ബാത്റൂമിലേക്ക് കൈപ്പാട്ട വാങ്ങിയിട്ടില്ലായിരുന്നു. എന്തിനാടാ ഇത്രയൊക്കെ സെലോട്ടെ അതാണ്. കൊറേ ഉണ്ട്. ഇത് കണ്ടിട്ട് എന്റെ നെഞ്ചു പൊട്ടുണ്ട്. എന്നാണ് നിന്റെ ഹൗസ് വാമിങ്? നെഞ്ചത്തുന്ന ഒരാളല്ല, കല്യാണവും ഹൗസ് വാമിങ് ഒന്നിച്ചാ. കല്യാണം എന്തായാലും ഈ വർഷം. ഇത് കൊള്ളാം. എടാ ഇത് തന്നെയല്ലേ? നീ നേരത്തെ ഒരു കത്തി കൊണ്ടുവന്നിട്ട് കത്തി ഇവിടെ അത് വെച്ച് മുറിക്കാനുള്ളല്ലടാ അത്. അല്ല ഇതിങ്ങനെ കാർത്തിന്റെ അര, അതും വലിയൊരു അരയാണെന്ന് നമ്മൾ പറയൂ. ഇത് വേണ്ടും മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് മരിക്കടാ. അത് ജ്യൂസിന് വേണ്ടി സ്പെഷ്യലാ. മോളെ മാങ്ങ ആർക്കും കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാ, പൈക്കാൻ വെക്കാം കേട്ടാ. എന്നിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാ, സെറ്റ് ചെയ്യാം. മാഷാ അല്ലാ, അടിപൊളി ഗിഫ്റ്റ്. പണ്ടൊക്കെ ഉണ്ടാവുമായിരുന്നു ഇതിമേലൊക്കെ എന്തൊക്കെ എഴുത്തുകളൊക്കെ. ഇതിമേല ഇപ്പൊ അധികം ഇല്ലല്ലോ, സൗണ്ട് സിസ്റ്റം ആയില്ല. അതെ എനിക്ക് തോന്നുന്നത് ഇതിമേൽ തിരിച്ചാ സൗണ്ട് വ്യത്യാസം വരുള്ളൂ. ഓ കണ്ടുപിടുത്തോ. അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഭാര്യ പറഞ്ഞതാണ് അത് ഇങ്ങനെ വെക്കാനാണ്. അപ്പൊ ഈ ഭാഗത്ത് എന്ത് വെക്കും? അല്ല നീ പറഞ്ഞത് ഇങ്ങനെ വെക്കാനാ? നീ ഇങ്ങനെയാണോ നോക്കിയേ?
ഇതൊക്കെ ഈ ലോഗോ ബുക്ക് നോക്കി പഠിക്കേണ്ടി വരും ആദ്യം ഒരു കണ്ടില്ല സൗണ്ട് സിസ്റ്റം പോലത്തെ ഒരു മിക്സിയാണ്. കൊള്ളാം കൊള്ളാം, സാധനം കൊള്ളാൻ തോന്നണം. ഇന്നിക്കൊരു പൊടി എല്ലാരും വാങ്ങ. അതെ, ഇതൊക്കെ എന്താടാ ചെയ്യേണ്ടത്? എനിക്കൊരു ഐഡിയ. ഇത് ജ്യൂസ് മറ്റേതിലേക്ക് അല്ലല്ല മാവൊക്കെ കുഴക്കാനുള്ള സാധനം. അല്ല, ഞാൻ ജ്യൂസ് പീഡിയയിൽ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഒനിയനൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ചപ്പാത്തിക്ക് മാവ് കുഴക്കാന്ന്. അപ്പൊ എന്റെ ഭാര്യക്ക് ഒരു പണിയില്ല, ഒരു പണിയുമില്ല. പടച്ചോനെ. ഞാൻ ഓള് പറഞ്ഞെന്താ അറിയോ, ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ എല്ലാ പണിയും ഓള് എടുത്തോളാന്നാ. പക്ഷെ ഇതിപ്പോ ഒരു പണി, മാവ് കുഴക്കാൻ മെഷീൻ, ഫ്രൈ ചെയ്യാൻ മെഷീൻ. ഞാൻ ഏറ്റെടുത്ത പണിയൊക്കെ ഇനിയിപ്പോ വേസ്റ്റായല്ലോ. അല്ല, അലക്കണ അലക്കണ മെഷീന് ഇതിപ്പോ നഷ്ടായല്ലോ. അടക്കളപ്പണി ഓളെ ഏൽപ്പിച്ചപ്പോ ബാക്കി ഡ്യൂട്ടി എനിക്ക് തന്നിരുന്നു, അതിന് പറ്റിയ സാധനങ്ങളൊന്നും വന്നില്ല. ഇതിപ്പോ കുടുങ്ങിയല്ലോ പടച്ചോനെ. പ്രൊട്ടക്ഷൻ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അത് പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിംഗ് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ഹോം ടൂർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം. അതുപോലെ തന്നെ ഹോം ടൂർ മാത്രമല്ല, നമ്മൾ കുറെ കണ്ടന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് ഫിക്സ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഷൂട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചലഞ്ച് ടൈപ്പ് സാധനങ്ങളൊക്കെ, വെറൈറ്റി ടൈപ്പ് സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒന്നരാടാക്കി കൺസിസ്റ്റന്റ് ആയി ഡെയിലി പോവാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ആണ്. ചില ദിവസങ്ങൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ഓർഡർ തെറ്റിയിട്ട് പിന്നെ വീഡിയോയും ഉണ്ടാവില്ല അല്ലേ മറിയ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒന്നരാടം വൈകിട്ടായിട്ട്, ഇത് 5 മണി അല്ലേ, 5 മണി 6 മണിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ എപ്പിസോഡ് വരും. മാക്സിമം 5 മണിക്ക് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഹോം ടൂർ വീഡിയോ വേണോ എന്നൊക്കെയുള്ളതും കണ്ടന്റുകൾ നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കമന്റിൽ നമ്മൾ അറിയിക്കാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.